നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവേൻ. അസ്വസ്ഥതകൾ, എതിരായ ചിന്തകൾ എന്നിവ തരുന്നത് നമ്മുടെ എതിർകക്ഷിയാണ്, സാത്താനാണ്. ദൈവം തരുന്നത് പ്രത്യാശയാണ്. എന്തു വന്നാലും ഞാൻ അത് നേരിടും. ഈ പ്രത്യാശയുള്ളിടത്ത് അസ്വസ്ഥതകൾക്ക് സ്ഥാനമില്ല. എനിക്ക് വേണ്ടി കുരിശ് വഹിച്ച് ഓരോ തുള്ളി ചോരയും അവൻ നമുക്ക് വേണ്ടി ചിന്തി. എന്തിനു വേണ്ടി? എൻ്റെ ഉന്നമനത്തിനു വേണ്ടി, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി. യുഗാന്തരം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാകും. നമ്മെ രക്ഷിക്കുവാനാണ് അവൻ മരിച്ചത്, ഉയർത്തത്. ലോകാവസാനം വരെ നമ്മുടെ എന്ത് പ്രശ്നങ്ങൾക്കും ഉത്തരം ഉണ്ട്. കാരണം ഞാൻ നിങ്ങളോടുകൂടെ യുഗാന്തരം വരെ ഉണ്ടാകും. ആ വാക്ക് പറഞ്ഞവൻ വാക്ക് പാലിക്കുന്നവനാണ്. നീ ഉള്ളു ഉരുകി വിളിക്കുക, അതിൻ്റെ ഫലം അനുഭവിക്കാം. അസ്വസ്ഥതകളിൽ നിന്ന് നിൻ്റെ മനസ്സിനെ ശാന്തമായി പ്രത്യാശയിലേക്ക് കൊണ്ടുവരാം. അസ്വസ്ഥതകൾ വരുമ്പോൾ കർത്താവിലേക്ക് പെട്ടെന്ന് തിരിയുക. നമ്മുടെ ശത്രുവിന് നമ്മിൽ വ്യാപരിപ്പിക്കാൻ സമയം കൊടുക്കരുത്. സൽചിന്ത കൊണ്ട് മനസ്സിനെ ശാന്തമാക്കാം, ദൈവസ്നേഹം അനുഭവിക്കാം. ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. ആമേൻ.